ഈ ജ്വാലയായി ഉണ്ടാക്കിയൊരു പേരുണ്ടല്ലോ. ഉം. അതായത് പ്രണയത്തിന് വേണ്ടി ജീവിക്കുന്ന ഉം ഒരു ഉം ആള്. ഉം. പഴുതടിച്ച പ്രകടനം എന്നൊക്കെ പറയുന്ന പോലെ ഉം. എല്ലാ കാലത്തും അത് ഓർക്കപ്പെടുന്നുണ്ട്. അതെ ഇപ്പോഴും അതെ അത് ഇപ്പൊ ഇപ്പോഴും അതിന്റെ ഉണ്ട്. അതിന്റെ ടെലികാ റീ അപ്ലോഡ് യൂട്യൂബിൽ നടത്തിയപ്പോൾ ഇപ്പോഴും ആളുകൾ അത് പോയി റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. നെടുമുടി വേണു ചേട്ടനായിട്ട് ഉണ്ടാക്കിയ കോംബോ ഉം. അത്രയും വലിയ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പലപ്പോഴും ഡയലോഗുകൾ ഇല്ലാതെ പോലും തന്നെ അദ്ദേഹം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെജൻഡാണ്. അപ്പം അദ്ദേഹത്തിനോട് അത്രയും കാലം അത് ചെയ്യാൻ പറ്റിയതിന്റെ ജ്വാലയായി കരിയറിൽ കൊണ്ടുവന്ന മാറ്റം എന്താ ശരിക്കും? ജ്വാലയായി നീ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരുപാട് മാറ്റം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വലിയൊരു സ്കൂളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം വേണു സാർ എന്ന് പറയുന്നത് സാറ് വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിരുന്നു ഉം, ഇതില് ജ്വാലയില്. എന്നെ ഈ ഫസ്റ്റ് ക്യാരക്ടറിന് മാധവൻകുട്ടി സാറിന്റെ ഉം, അതിന് മുന്നുള്ള ഒരു താമരക്കുഴി എന്ന് പറഞ്ഞ സീരിയല് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഉം, അതിലാണ് എനിക്ക് ആദ്യമായിട്ട് അവാർഡ് ഉം, കിട്ടുന്നത്. ഉം, ഉം, ഉം. ജ്വാലയിൽ, ഐ മീൻ ഒരു താമരക്കുഴി. ട്രൈബൽ വുമൺ ആയിട്ട്. അതെ, ആ, അതെ. ആ, ആ. എന്റെ ഹസ്ബൻഡായിരുന്നു അതിന്റെ കൺട്രോളർ. ആ, അത് ചേട്ടൻ ആളതിൽ തന്നെയായിരുന്നു. എന്നെ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. എന്നെ മുറച്ചെറുക്കനെ ഇപ്പം ഫുൾ അത് അപ്ലോഡ് ആ, ചെയ്തിട്ടുണ്ട് ആ, യൂട്യൂബില്. ഭയങ്കര വ്യൂസും ഉണ്ട് ആ, അത്. ആ, ആ. അപ്പം അങ്ങനെയാണ് സാറ് ആഫ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നെ സാറിനെ വിളിക്കുന്നത്. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യും? എനിക്ക് ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ലല്ലോ. ഉം, ആ. അങ്ങനത്തെ ഒരു അതുമല്ല ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പം ഇങ്ങനെ ഫോൺ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം ചേട്ടൻ പറഞ്ഞു, "നീ ചെയ്യും. ഓഫ് കോഴ്സ് അഭിനയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്താലേ അതിൽ കാര്യമുള്ളൂ. ഉം. ഇങ്ങനെ നമ്മൾ പോയി നിന്ന് അഭിനയിച്ചിട്ട് അത് ഓഡിയൻസ് അംഗീകരിക്കണമല്ലോ. അല്ലാതെ ഒരു കഥാപാത്രം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല." അപ്പം മാധവൻകുട്ടി സാറും അതുപോലെ അഷ്വറൻസ് ഒന്നും ചെയ്താൽ നന്നായിട്ട് ചെയ്യും. എനിക്കറിയാം വരണം എന്ന് പറഞ്ഞിട്ട് സാറും വിളിച്ചു. അപ്പൊ ചേട്ടന്റെ ഒരു 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 ആ ഒരു ബലത്തിലാണ് ഞാൻ ശരി ഓക്കെ ചെയ്യാം എന്ന് സമ്മതിക്കുന്നത്. അങ്ങനെ പോയി ചെയ്ത് സാറ് വരുന്നതിന് 2, 3 ദിവസം മുന്നേ അഭിനയിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണു സാറ് വന്നു. വേണു സാറിനെ ഞാൻ മുമ്പേ എനിക്ക് അറിയാം. കാരണം 'സർഗം' എന്നുള്ള സിനിമയില് ആ, സാറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് ഷോട്ട് ആ, ഉണ്ടായിരുന്നത്. ആ, ആ. അപ്പം എനിക്ക് പരിചയമുണ്ട്. സാറിന് പക്ഷെ എന്നെ ഓർമ്മ ഉണ്ടായിട്ട് പിന്നെ ഞാൻ പറഞ്ഞാ എനിക്ക് ഓർക്കുന്നില്ല ആ കാര്യം. അപ്പം സാറ് വരുമ്പോ ലൈക്ക് നമ്മള് വെയിറ്റിംഗ് ആയിരുന്നു. സാറ് വന്ന് കഴിയുമ്പോഴുള്ള കോമ്പിനേഷൻ. എന്നിട്ട് സാറ് ഫസ്റ്റ് ആദ്യം എന്നെ അഭിനയിപ്പിച്ചിട്ട് സാറിങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുവായിരുന്നു. നോക്കിക്കൊണ്ട് നിന്നിട്ട് ഉം. എന്ന് പറഞ്ഞു. അത് അങ്ങനെ പിന്നെ ഓക്കെയാണ്. ആ അല്ല സാറ് പുള്ളിക്കാരനും അദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ. അപ്പം പുള്ളിക്കാരൻ കൂടെ അഭിനയിക്കാൻ യാ ഷീ ഈസ് ഓക്കെ എന്നുള്ള ആ ഒരു നമുക്ക് ആ ഒരു ഫേസ് കാണുമ്പോ അറിയാലോ. ഇപ്പൊ ഡയറക്ടർ ഒരു അഭിനയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് കേൾക്കുമ്പോ നമുക്കറിയാം ആ ഉം. ഓക്കേല് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് എത്രത്തോളം ഡയറക്ടർ. തൃപ്തിയുണ്ട് എന്നുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയുമ്പോ അത് ഇറ്റ്സ് ഡിഫറെന്റ്. അത് അപ്പം അങ്ങനെയാണ് അത് ജ്വാലയിലേക്ക് സ്റ്റാർട്ടിങ് ആയത്. പിന്നെ എന്നെ വയസ്സാക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. 21 വയസ്സ്. 21 വയസ്സേ ഉള്ളൂ. അപ്പം അപ്പൊ ഈ മേക്കപ്പ് ഒക്കെ ഈ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, നടക്കുന്നത്, ഒരു ഇരിക്കുന്നത്, ചെറിയ നിക്കുന്നത്, കൂനും ഒക്കെ ആയിട്ട് ഞാനൊരു അതൊക്കെ എങ്ങനെയാണ്? കൊറേയൊക്കെ സാറ് എൻ്റെ അടുത്ത് ആദ്യമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അതങ്ങനെ ക്യാരക്ടർ ആയി അതില്. അങ്ങനെ ആയി മാറി. ആ കാരണം കൊടയൊക്കെ നമ്മൾ പിടിച്ചിട്ട്. നടക്കുന്ന സ്പീഡ് പറ്റില്ലല്ലോ ആ. 25 വയസ്സിന്, പ്രത്യേകിച്ച് 21 വയസ്സ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വർഷങ്ങളോളം അങ്ങനെ 521 എപ്പിസോഡാണ് ജ്വാലയ ടെലികാസ്റ്റ്. അന്ന് ദാറ്റ് വാസ് വെരി മച്ച് ഗ്രേറ്റ്. ഇന്ന് ആ, 1000, ആ, അതെ, 1500 അതെ, അതെ, പോകുന്നുണ്ട്. അതെ, അതെ. പക്ഷെ അന്ന് അത്രയും എപ്പിസോഡ് പോയിട്ടില്ല. ആദ്യത്തെ സീരിയല് ജ്വാലയയാണ്. അതിന് മുമ്പ് വംശമായിരുന്നു ആദ്യത്തെ മെഗാ സീരിയൽ. അത് 52 എപ്പിസോഡ് 51 ഉം, എപ്പിസോഡ് ഉം, എന്തോ ഉം, ആണ്. ഉം. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലും ചേട്ടൻ മകനും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടില്ലേ? അതെന്റെ വാവയായിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയപ്പം അവന് 6 മാസം പ്രായമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവൻ പിന്നെ ഹരിശാന്ത് ആയിരുന്നു അതില് നായകനായിട്ടുണ്ടായിരുന്നത്. ഹരിശാന്തിന്റെ ചെറുപ്പം. അന്ന് കൊണ്ടുവന്ന കൊച്ചെന്തോ ഓക്കെ ആയില്ല. അപ്പൊ മോൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അപ്പൊ അങ്ങനെ അഭിനയിച്ചതാണ്. വേണു സാറായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ഇപ്പൊ അദ്ദേഹം ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ അഭിനയത്തെ പറ്റി പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ബാലപാഠങ്ങളോ അല്ല ഉണ്ടായിരുന്നു? കറക്ഷൻസ് ഒക്കെ പറയാറുണ്ട്. അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ആ, എന്ന് തന്നെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നെയൊക്കെ. ഞാൻ സാർ പറയും ആന്റണിയുടെ ക്ലോസ് ആദ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കും. അപ്പൊ നമ്മളിടുമ്പോൾ അതിനനുസരിച്ച് കൗണ്ടർ സാർ ഇടും. അല്ലെങ്കിൽ സാറിന്റെ ആദ്യം എടുക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല ഞാൻ കമ്പൈൻ ഷോട്ട് അല്ല പറഞ്ഞത്. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ്. എന്നെ ഉം. സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യമാണ്. അത്രയും വലിയൊരു കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഡാൻസ് ജീവിതത്തിൽ ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ഉം. അച്ഛൻ ഉണ്ടാക്കി തന്ന ചെലങ്ക ആ. ആണ് ഉണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അതെ. എന്താണ്, എങ്ങനെയാണ് ഈ ഡാൻസോട് ഇത്രമാത്രം അടുപ്പം വന്നത്? അതായത്
ഇപ്പോൾ ആളുകളൊക്കെ ഡാൻസ് ചെയ്യും, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് ചിലപ്പോൾ അത് അവസാനിപ്പിക്കും. അതായത് ആക്ടറാണ്, ഫുൾ ടൈം ആക്ടർ ആണെങ്കിൽ ഡാൻസിന്റെ പാഷൻ കൊണ്ടുപോകുന്ന ആളുകൾ അങ്ങനെ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ. ഇപ്പം ശോഭന മാം സത്യം പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ഡാൻസറും പാർട്ട് ടൈം ആക്ടറൊക്കെ മാറിയിരിക്കണം. അല്ലെങ്കിൽ ഫുൾ ടൈം ആക്ടർ ആയിട്ടുള്ള ആളുകൾ ഡാൻസിനെ പേഴ്സ് ചെയ്യുന്ന വളരെ കുറച്ചൊരു ഏരിയയിലേ ഉള്ളൂ. എന്താണ് ഡാൻസിനോട് ഇത്രയും ഇഷ്ടം? അതെങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? അതെന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്നത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം എനിക്ക് ഒരു മേ ബി നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിടന്ന് തുള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റേ ഈ പാട്ടില്ലേ, കടലിനക്കരെ പോണോരെ, അത് മമ്മി ഡാഡി എപ്പോഴും പറയും ആ പാട്ട് പാടിയിട്ട് ഭയങ്കര ഡാൻസ് ആണെന്ന്. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര തുള്ളലായിരുന്നു എന്ന്, ചെറിയ കുഞ്ഞായിരുന്നു അപ്പം. അപ്പം അങ്ങനെ ഉള്ളിലൊരു വാസന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് കൊണ്ടുപോയി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർക്കുന്നത്. മമ്മി പാട്ട് പാടും, ഡാൻസ് ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഭയങ്കര ഡാൻസർ അല്ല, അന്നത്തെ കാലത്ത് ചെറുതായിട്ടൊക്കെ, അല്ലാണ്ട് ക്ലാസിക് ബേസിക്കലി പഠിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പാട്ട് പാടുമായിരുന്നു മമ്മി നന്നായിട്ട്. അപ്പം അങ്ങനെ ആണ് എന്നെ കൊണ്ടുപോയി ചേർത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് ഞാനും അതിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അതാണ്. പിന്നെ സരസ്വതി ടീച്ചറുടെ അടുത്ത്, MT സാറിന്റെ വൈഫ് സരസ്വതി ടീച്ചർ, കലാമണ്ഡലം ക്ഷേമാവതി, എൻ്റെ ഫസ്റ്റ് മാസ്റ്റർ പേര് എനിക്കൊന്ന് കേളപ്പൻ മാസ്റ്റർ, ശശി മാഷ്, ഇവരൊക്കെ എൻ്റെ കുഞ്ഞുകാലത്തുണ്ടായിരുന്ന മാഷുമാരാണ്. പിന്നെയാണ് സരസ്വതി ടീച്ചറുടെ അടുത്തും ക്ഷേമാവതി ടീച്ചറുടെ അടുത്തും ഒക്കെ പങ്കെടുത്തത്. ഞാൻ സ്കൂളിൽ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തതും ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡാൻസിന് പോകുന്നത് ഞാനാണ്. സ്കൂളിൽ പ്രസന്റേഷൻ, അതിനു മുമ്പ് ഇതുവരെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ആരും പങ്കെടുത്തിട്ടില്ല. ഫസ്റ്റ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കാസർഗോഡായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. അഞ്ജലി എന്ന് പറഞ്ഞാൽ അഞ്ജലിന്റെ സീനിയറാണ്. അഞ്ജലി സ്കൂളിൽ ഒരു വർഷം കണ്ട് അഞ്ജലി പഠിച്ചിട്ടുള്ളൂ പ്രസന്റേഷൻ. അഞ്ജലിന്റെ സീനിയർ ആയിരുന്നു. അഞ്ജു എന്നായിരുന്നു ഞങ്ങൾ, അഞ്ജു മാധവ്, അതാണ് റെക്കോർഡിങ്ങിലായിട്ടുള്ള നെയിം. അഞ്ജു മാധവ്, അങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസറാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യും അഞ്ജലി. ഞങ്ങളൊക്കെ കോമ്പറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ. അഞ്ജലി എന്റെ ഒരു വർഷം സീനിയർ, ഒരു വർഷമാണെന്ന് തോന്നുന്നുണ്ട്, 1-2 വർഷം സീനിയറാണ് എന്നെക്കാളും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 10th സ്റ്റാൻഡേർഡിന് പോലും യൂണിറ്റ് ടെസ്റ്റ് ഒന്നും എഴുതാതെ പോയി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതായിരുന്നു. എനിക്ക് എന്തായാലും ഡാൻസിന് പോകണം. കാരണം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതുണ്ടല്ലോ, 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ SSLC ആണ്, ഡാൻസിന് പോകണ്ട, അതിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഉണ്ട് കുട്ടികൾ. ഞാൻ ഇപ്പോൾ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്, ഇവിടെയുണ്ട് ഇപ്പോൾ കുട്ടികൾ 10th ആകുമ്പോഴത്തേക്കും ഈ വർഷം വരുന്നില്ല. കാരണം അതന്നെ എനിക്ക് വല്ലാത്തൊരു, കാരണം നമുക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് മനസ്സിൽ. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ 12 hours പഠിച്ചാലും അതിൽ ഒരു മണിക്കൂർ ഡാൻസിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് അത്രയും പഠിച്ചതെല്ലാം മറന്നു പോവോ, അതോ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് റിഫ്രഷിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ഒക്കെ ഡാൻസ് കണ്ടിന്യൂ ചെയ്ത്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഓഫ്കോഴ്സ് നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, അതൊരു വലിയ കാര്യമാണ്. ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ഇന്നും ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ആരൊക്കെയാണ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഈ ഡാൻസിനോടുള്ള പാഷനുണ്ട്, അപ്പുറത്ത് ഫിസിക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കുറ്റബോധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡെലിവറി ഒക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. മീൻസ് കുറേ വണ്ണം കൂടിപ്പോയ ശേഷം പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് വണ്ണമുള്ളവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ പെർഫോം ചെയ്താലേ ഓഡിയൻസ് വരയ്ക്ക് എത്തുള്ളൂ. ഇപ്പോൾ വണ്ണം കുറഞ്ഞാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ അത് അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇത്രയും മൂവ് ചെയ്യണം, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഡ്രസ്സ് ഇട്ട് എന്നെ കാണാൻ കൊള്ളൂല, ഭയങ്കര തടിയായിട്ട് തോന്നും. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ ഒന്നും നോക്കാറില്ല, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം വണ്ണുള്ളവരെ ഇളകി ചെയ്ത് കഴിഞ്ഞ് പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ എൻജോയ് ചെയ്താണ് ഡാൻസ് ചെയ്യാറില്ല. എത്ര വണ്ണുണ്ടായിരുന്നെങ്കിലും ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ ഡാൻസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വണ്ണം കുറയും കൂടി, പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ആയതുകൊണ്ട് ലൈക്ക് പല മാറ്റങ്ങളും ശരീരത്തിൽ സംഭവിക്കുമല്ലോ, ജീവിതചര്യകളും എല്ലാം അനുസരിച്ച്. അപ്പം മോനുണ്ടായി, അത് കഴിഞ്ഞ് മോളുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ വണ്ണം വെച്ചു. പിന്നെ ഇടയ്ക്കൊന്ന് കുറഞ്ഞു, പിന്നെ ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് എന്തായാലും. പക്ഷെ എനിക്കത് അങ്ങനെ കളിക്കാൻ പറ്റാതെ ആയിട്ടില്ല ഇതുവരെ. പക്ഷെ എന്ത് വണ്ണുണ്ടെങ്കിലും ഞാൻ കളിക്കുമായിരുന്നു. അതൊരു പാഷൻ തന്നെ. അത് ഇപ്പൊ ആൾക്കാർ പറഞ്ഞോട്ടെ, ഐ എൻജോയ്.